ഹലോ. നമ്മളുടെ ചാനലിൽ നമ്മൾ മലയാളം ആൽഫബറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഹിന്ദി ആൽഫബറ്റ്സും കൂടി നോക്കാം. ഹിന്ദി ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഹിന്ദി വർണ്ണമാല എന്നാണ് അതിന് പറയുന്നത്. മലയാളം പഠിച്ചതുപോലെ തന്നെ ഹിന്ദിയിലും സ്വരാക്ഷരങ്ങൾ അല്ലെങ്കിൽ വവൽസ്, വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ കൺസണൻസ് ഉണ്ട്. അപ്പോ ഈ കാണുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ, വവൽസ്. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളും. നമുക്ക് സ്വരാക്ഷരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൽ ആദ്യത്തെ ഒരു റോ അക്ഷരങ്ങള് ഒന്ന് വായിക്കാനും എഴുതാനും ഒക്കെ ശ്രമിക്കാം. ആദ്യത്തെ അക്ഷരം ആ. ആ. അടുത്തത് ആ. ഈ. ഈ. ഉ. ഊ. റ്. മലയാളത്തിലുള്ള അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അ ആ, ഇ ഈ, ഉ ഊ, റ്. ഇനി ഇത് ഓരോന്നും എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ മലയാളവും ഇംഗ്ലീഷും വാക്കുകൾ എഴുതും പോലെയല്ല ഹിന്ദി വാക്കുകൾ എഴുതുന്നത്. ഓരോ വാക്കുകൾക്ക് ശേഷവും മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ വാക്കുകളും ഒരു ലൈൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ അക്ഷരം. അപ്പോ ഫസ്റ്റ് തന്നെ 3 എന്ന് എഴുതുക. അതിനുശേഷം ഈ സെന്ററിൽ നിന്നൊരു ലൈൻ വരച്ച് അത് മുകളിലേക്ക് പോയി അത് താഴേക്ക് വന്ന് ഇവിടെ ഒരു ലൈൻ വരച്ചാൽ അങ്ങനെയാണ് ആ എന്നെഴുതുന്നത്. ആ എങ്ങനെയാണ് എഴുതുക? 3 എന്നെഴുതി ഒരു ലൈൻ വരച്ച് അത് മുകളിലോട്ട് പോയി താഴേക്ക് വന്ന് ആ. ഈ അക്ഷരം മുകളിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാതെ കംപ്ലീറ്റ് ആവില്ല. അപ്പോ ആ എന്നെഴുതുന്നത് എങ്ങനെയാണ്? ഇതുപോലെയാണ് അല്ലെ? എന്താ ഇതിന് വായിക്കാം? മലയാളത്തില് നമുക്കറിയാം ഇങ്ങനെയാണ് ആ എന്നെഴുതുന്നത്. അപ്പൊ ആ എന്നാണ് ഇത് വായിക്കുക. ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ എ ആ ആ അങ്ങനെയാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ അക്ഷരം. മലയാളത്തിൽ നമ്മൾ ആ എന്നെഴുതില്ലേ? ആ. അല്ലെങ്കിൽ ഇംഗ്ലീഷില് എ എ ഒരുമിച്ച് എഴുതിയാൽ ആ. അങ്ങനെയാണ് ഇത് വായിക്കുന്നത്. ആ എഴുതിയതിന്റെ കൂടെ ഒരു ലൈനും കൂടി എക്സ്ട്രാ ഇട്ടാൽ ആ എന്നായി. നമുക്ക് എഴുതി നോക്കാം അല്ലെ? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ പോയി ഒരു ലൈൻ, അതിന്റെ കൂടെ ഒരു ലൈനും കൂടി, എന്നിട്ട് ആ രണ്ട് ലൈനും ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ എങ്ങനെയാണ്? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ പോയി ഇവിടെ വന്നു, ഒരു ലൈനും കൂടി ആഡ് ചെയ്തു. ആ. ഈ വീഡിയോ ഒരു പ്രാവശ്യം വെറുതെ കാണുക. അതിനുശേഷം ഇതിന്റെ കൂടെ തന്നെ ഈ അക്ഷരങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത അക്ഷരമാണ് ഇ. ഇ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെയാ എഴുതുക? ഇങ്ങനെ അല്ലെ? ഇ. ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ ഐ. ഏതൊരു അക്ഷരം എഴുതിയതിനു ശേഷവും ഐ എഴുതുമ്പോ ഇ എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഇ. ഇത് ഹിന്ദിയിൽ എഴുതുക. ഇവിടെ നോക്കിയേ, മുകളിൽ നിന്നൊരു കുഞ്ഞു ലൈൻ വരയ്ക്കുക, എന്നിട്ടൊരു എസ് പോലെ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ലൈനും കൂടി വരച്ചാൽ ഈ കംപ്ലീറ്റ് ആയി. എത്ര ഈസി ആണല്ലേ? ഇങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ ഒരു എസ്, പിന്നെ ഇതുപോലെ മുകളിൽ ഒരു ലൈൻ. ഈ. അടുത്ത അക്ഷരം ഈ. മലയാളത്തിൽ എങ്ങനെയാ എഴുതുക? ഈ എഴുതിയതിനു ശേഷം ഇങ്ങനെയാണ് എഴുതുന്നത്. അത് ഇംഗ്ലീഷിലാണെങ്കിലോ ഈ ഈ അല്ലെ? ഈ. ഇവിടെ ഇ എന്ന ലെറ്റർ ചില സമയത്ത് ഈ തന്നെ, ഇതിനെയും ഇ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് രണ്ടും യൂസ് ചെയ്യാം. അപ്പോ ഈ. ഇങ്ങനെ ഈ എഴുതുക. ഇപ്പൊ നമ്മൾ ഈ എഴുതാൻ പഠിച്ചതുപോലെ മുകളിൽ നിന്ന് വന്നു, ഒരു എസ് എഴുതി, ഇങ്ങനെ ഈ എഴുതി. ഇനി ഈ ലൈൻ ഇട്ടതിന് ശേഷം മുകളില് ഇങ്ങനെ ഒരു സിമ്പലും കൂടി ഇടണം. ഇപ്പോഴാണത് ഈ ആയി മാറിയത്. എങ്ങനെ എഴുതാം? മുകളിൽ നിന്നൊരു കുഞ്ഞു ലൈൻ, ഒരു എസ്,
ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഈ ആയി. ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ചിഹ്നം കൂടി ഇട്ടപ്പോഴാണ് ഈ ആയി മാറിയത്. അടുത്തത് ഊ. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഊ. ഇംഗ്ലീഷിലാണെങ്കിലോ യു എന്നെഴുതിയാലാണ് ഊ. ഓക്കെ, അപ്പൊ ഊ എങ്ങനെ എഴുതുക? വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു 3 എഴുതുക, മുകളിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഊ എങ്ങനെയാണ്? 3. ഇതാണ് ഊ. അപ്പൊ ഈ മുകളിലുള്ള ലൈൻ വരയ്ക്കാൻ മറക്കരുത്. ലൈനും കൂടി വരയ്ക്കുമ്പോൾ മാത്രമേ ആ അക്ഷരം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അടുത്തത് ഊ. ഊ എഴുതുക, ഇങ്ങനെ ചെയ്യാം. ഊ ആയി. അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഓ ഓ ഊ അല്ലേ? അപ്പൊ ഊ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ ഊ എഴുതിയതിനു ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കൊടുക്കുക. ഇതാണ് ഊ. അത് ഒന്നുകൂടി എഴുതി നോക്കിയാലോ? ഇങ്ങനെ എഴുതി ഇങ്ങനെ. അപ്പൊ ഊ. ഇനി അടുത്ത ഒരു അക്ഷരം റ്. മലയാളത്തിൽ എങ്ങനെയാണ് റ് എന്ന് എഴുതുക? ഇംഗ്ലീഷില് നമുക്കതിന് റീ. അത് ഹിന്ദിയിൽ വായിക്കുന്നത് റീ എന്നാണ്. റീ. മലയാളത്തില് റ് എന്ന് വായിക്കും, ഹിന്ദിയിൽ അത് വായിക്കുന്നത് റീ എന്നാണ്. ഓക്കെ, അപ്പൊ റീ എങ്ങനെയാ എഴുതുക? റീ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സൂക്ഷിച്ചു നോക്കണം. നമുക്ക് കൂടുതൽ പ്രാവശ്യം എഴുതി നോക്കാം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ, അതിനുശേഷം ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈൻ വരച്ചു. റീ ആണിത്. റീ എങ്ങനെയായിരുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇങ്ങനെ വരച്ച് ഇങ്ങനെ എഴുതുക. എന്നിട്ടോ ഇവിടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ റീ. നമുക്ക് ഓരോ പ്രാവശ്യം കൂടി എഴുതി നോക്കാം. ഇവിടെ സെന്റർ ലൈൻ വരയ്ക്കുക, പിന്നെ ഈ ഒരു ഷേപ്പ് വരയ്ക്കുക, പിന്നെ ഇങ്ങനെ വരയ്ക്കുക, റീ. ഒന്നുകൂടി ഈ ലൈൻ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, റീ. ഓക്കെ, നമ്മൾ ആദ്യമായി പഠിക്കുന്ന ആളുകളാണെങ്കിൽ കുറെ അക്ഷരങ്ങൾ ഒരുമിച്ച് പഠിക്കണ്ട, ഇത്രയും മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇപ്പൊ പഠിച്ചത്? അ ആ, ഇ ഈ, ഉ ഊ, റീ. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് എഴുതുന്നതും കണ്ടു അല്ലെ? ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ ചിഹ്നങ്ങളുമുണ്ട്. മലയാളം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആ അക്ഷരങ്ങളൊക്കെ വേറെ അക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മലയാള അക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമുക്കറിയാം. ഇപ്പൊ ഹിന്ദി അക്ഷരങ്ങൾ ഈ പഠിച്ചിരിക്കുന്ന ഈ 7 ലെറ്റേഴ്സിന്റെ സിമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ആ. ആക്ക് സിമ്പിൾ ഒന്നുമില്ല. ഏതൊരക്ഷരവും അത് അങ്ങനെ തന്നെ എഴുതിയാൽ ആ അക്ഷരമായി. ഇനി സിമ്പിൾ ഉള്ളത് ആ. ആയുടെ ഇവിടെ കാണും പോലെ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് ആ. അതുപോലെ ഈ. ഇതാണ് ഈയുടെ സിമ്പിൾ. ഇതാണ് ഈയുടെ സിമ്പിൾ. ഇത് ഊ, ഇത് ഊ, ഇത് റീ. ഇത്രയുമാണ് സിമ്പിൾ. ഇനി നമുക്ക് ഒരു അക്ഷരം, ഏതെങ്കിലും ഒരു അക്ഷരം ഉപയോഗിച്ചിട്ട് അതിൽ ഈ സിമ്പിൾസ് ഒക്കെ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ക. സി, ഞാൻ പറഞ്ഞു ആക്ക് സിമ്പിൾ ഒന്നുമില്ല. അപ്പൊ ക എന്ന് പറഞ്ഞാൽ ക തന്നെയാണ്. ഇനി ക എന്നാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ക എന്ന് നിങ്ങൾ ഇപ്പൊ എഴുതാൻ പഠിക്കണ്ട. ഇത് ക ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി ചേർത്ത് മുകളിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പൊ ഇതെങ്ങനെയാ വായിക്കുക? കാ. ഇതേപോലെ ഓരോ അക്ഷരങ്ങളുടെ കൂടെയും ഈ ആ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നമ്മൾ ആ അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പോൾ പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ, ഏത് അക്ഷരത്തിന്റെ കൂടെയും ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ അതിനർത്ഥം അത് ആ എന്നാണ്. മലയാളത്തിലാണെങ്കിൽ ഈ ഒരു സിമ്പിൾ ആണ് ഇടുക അല്ലെ? ഈ സിമ്പിളിന് പകരമാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ മലയാളത്തിലുള്ള ഈ ഒരു സിമ്പിളിന് പകരം ഇത്. ഇനി
മലയാളത്തില് ഇങ്ങനെയുള്ള സിമ്പലാണ്. പക്ഷെ ഹിന്ദിയില് അത് നേരെ തിരിച്ചാണ്. കണ്ടോ, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. കാ എഴുതിയതിനു ശേഷം കാ എഴുതിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു സിമ്പല് വരുന്നത്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് കീ. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെയാണ്, പക്ഷെ ഹിന്ദിയിൽ അത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഇനി മലയാളത്തില് ഈ എന്ന് എഴുതണമെങ്കിൽ ഈ ഒരു സിമ്പൽ അല്ലേ ഉപയോഗിക്കുക. എന്നാൽ ഹിന്ദിയിൽ അത് വെറും ഈ ഒരു സിമ്പൽ മാത്രമാണ്. സെയിം കാ എഴുതിയതിനു ശേഷം ഇതേ സിമ്പൽ, മുകളിൽ കാണിച്ചിരിക്കുന്ന സിമ്പൽ റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതിനെ ഫിനിഷ് ചെയ്താൽ അത് കീ എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിമ്പൽ നോക്കി. ആക്കി സിമ്പൽ ഇല്ല. കാ സ്ട്രെയിറ്റ് ലൈൻ ആണ്. കീ ലെഫ്റ്റ് സൈഡിലാണ്. കീ റൈറ്റ് സൈഡിലാണ്. അടുത്ത 3 സിമ്പൽ. അടുത്തത് ഊ. മലയാളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് ഒരു സർക്കിൾ ആണല്ലേ. ഇതിന് പകരം ഇങ്ങനെ ഒരു കുഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന ഈ ഒരു ഷേപ്പാണ് ഊടെ സിമ്പൽ. എങ്ങനെയാ അത് എഴുതുക? കാ എന്ന് എഴുതാം. എന്നിട്ട് ഈ ഒരു സെൻട്രൽ ലൈനിന്റെ അടിയിൽ അയച്ച് ഇങ്ങനെ കൂ മുകളിൽ വരയ്ക്കണം. ഈ മുകളിലത്തെ ലൈൻ വരച്ചാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് കൂ. ഇനി അടുത്തത് കൂ. ഇങ്ങനെയായിരുന്നു മലയാളത്തില്. എന്നാൽ ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ്. ഇത് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇത് അപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. ആദ്യം നമുക്ക് കാ എഴുതാം. എന്നിട്ട് ഇവിടുന്ന് ഒരു ഇങ്ങനെ. ഓക്കെ, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇത് കൂ. ഇനി ലാസ്റ്റ് റീയുടെ സിമ്പൽ. അതിന് കാ എഴുതിയിട്ട് ഈ ഒരു സിമ്പൽ ഇല്ലേ കൂടെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ. അത്രയേ ഉള്ളൂ. അതാണ് ക്രീ. ക്രീ എന്നാണ് ഇത് വായിക്കുക. ഓക്കെ, അപ്പൊ മലയാളത്തില് റീന്റെ സിമ്പൽ എങ്ങനെയാണ്? ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാം. വളരെ ടൈം എടുത്ത് സ്ലോ ആയിട്ട് ഓരോന്നോരോന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഈ വീഡിയോ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് പഠിച്ചത്രയും മാത്രം മനസ്സിലാക്കുക. അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇപ്പൊ പഠിച്ചത്? ആ, ആ, ഈ, ഈ, ഉ, ഊ, റീ. സിമ്പിൾസ് ആടെ സിമ്പിൾ ആണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. ഈയുടെ സിമ്പിൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഈയുടെ സിമ്പിൾ ഇതുപോലെ റൈറ്റ് സൈഡിലേക്കാണ്. ഊടെ സിമ്പിൾ താഴെ ഇങ്ങനത്തെ കുഞ്ഞ് സിമ്പിളാണ്. ഊ ഇതുപോലെ ഇങ്ങനെ റൈറ്റിലേക്ക് പോകുന്നു. റീ ഊടെ സിമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത സൈഡിലേക്ക്. ഓക്കെ, അപ്പൊ അത് കായുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ ക, കാ, കി, കീ, കു, കൂ, ക്രി. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഓരോ വാക്കുകൾ വായിക്കാൻ പഠിക്കാം. ഇതിന് അറിയാത്ത അക്ഷരങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. എങ്ങനെയാണ് ഒരു വാക്ക് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ആ സ്വന്തമായിട്ട് എഴുതുമ്പം ഇങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ അതൊരു വാക്കാവുന്ന സമയത്തോ അനാർ. അനാർ എന്ന് പറഞ്ഞാൽ പോംഗ്രനേറ്റ്. ഈ ഒരു അനാർ മാതള നാരങ്ങയാണ്. അപ്പൊ അതിനുശേഷം ഈ മുകളില് എല്ലാം ചേർത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുകയാണ്. ഇവിടെ ആ എഴുതിയിട്ടുണ്ട്. ഇവിടെ നായുടെ കൂടെ ആയുടെ ഒരു സിമ്പലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ആം. ആം എന്ന് പറഞ്ഞാൽ മാംഗോ ആണ്. എങ്ങനെയാ എഴുതുക? ആ എന്നെഴുതി അതിന്റെ കൂടെ മാ എഴുതി രണ്ടും കൂടി ചേർത്ത് മുകളിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ആം. ഇനി ഇംലി. ഇംലി എന്ന് പറഞ്ഞാൽ പുളി. ഓക്കെ, ടാംജിൻ. ഈ എഴുതി, മാ എഴുതി, ലാ എഴുതി. അതിനുശേഷം ഇത് ഏത് സിമ്പിൾ ആയിരുന്നു? ഈയുടെ സിമ്പിൾ ആണ്. മലയാളം കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് ഈയുടെ സിമ്പിൾ ആണ്. അപ്പൊ ഇംലി. ഇംലി. ഇത് ഈ എങ്ങനെ എഴുത്? ഈ എഴുതിയതിനു ശേഷം മുകളിൽ ഇങ്ങനെ എഴുതിയാൽ ഈ ആവും.
ഈക്ക് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ. അടുത്തത് ഉ. ഉ ഫോർ ഉല്ലു. ഉല്ലു എന്ന് പറഞ്ഞാൽ മൂങ്ങയാണ്. ഔൾ. ഊ എഴുതി. ല. പിന്നെ ഒരു ഊടെ സിമ്പിൾ ആണ് ഇട്ടിരിക്കുന്നത്. ഇത് ഏതിന്റെ സിമ്പിൾ ആണ്? ഊന്റെ സിമ്പിൾ ആണ് അല്ലെ. ഊ എന്ന് എഴുതണമെങ്കിൽ ഈ ഒരു സിമ്പിൾ ആണ്. ഊ എഴുതണമെങ്കിൽ ഈ സിമ്പിൾ ആണ്. റീ എഴുതണമെങ്കിൽ ഈ സിമ്പിൾ ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അങ്ങനെ അത് മുഴുവൻ എഴുതി മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ ആ വാക്കായി ഉല്ലു. അടുത്തത് റീ. റീ ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ ഇങ്ങനെ എഴുതുക. ഇവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ റീ ആയി. ഓക്കെ. അപ്പൊ റീ എഴുതിയതിന് ശേഷം ഷാ. ഷാക്ക് ഇവിടെ ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ട്. ഇത് ഏതിന്റെ ചിഹ്നമാണ്? ഇത് ഈയുടെ ചിഹ്നമാണ്. ഈ. ഷീ. അപ്പൊ ഏതൊരു വാക്കും സിമ്പലിന്റെ കൂടെ എഴുതുമ്പോ സിമ്പലോട് കൂടി തന്നെ അത് വായിക്കണം. ഋ ഷ ഈ എന്നൊന്നും വായിച്ചു കളയരുത് കേട്ടോ. റീ എന്ന അക്ഷരം അതിനുശേഷം ഷ സിമ്പലോട് കൂടി ഷീ. അപ്പൊ വാക്കാണ് ഋഷി. അപ്പൊ കൂടുതൽ വേണ്ട. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചായിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ സ്വരാക്ഷരങ്ങളുടെ ബാക്കി പഠിപ്പിച്ചിരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.